ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാംസങ് വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഫോർ, അതായത് നമ്മുടെ ഒരു ഫിറ്റ്നസ് പരമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഡെയിലി മോർണിംഗ് കാലത്ത് വാക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, റണ്ണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ പർപ്പസിനൊക്കെ ഏതാണ് ബെസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി സാംസങ്ങിൻ്റെ വാച്ചും ഉണ്ട്, നമ്മുടെ ആപ്പിൾ വാച്ചും ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും നമ്മൾ ആക്ച്വലി ഞാൻ മോർണിംഗിൽ നമ്മുടെ ത്രെഡ്മില്ലാണ് നോർമലി നമ്മുടെ വാക്കിങ്ങും റണ്ണിങ്ങും സംഭവമൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഈ രണ്ട് സാധനം വെച്ച് കെട്ടിയിട്ട് രണ്ട് സാധനം വെച്ച് ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ റിസൾട്ടും സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ എല്ലാ സാംസങ് വാച്ച് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ബ്ലാക്ക് അഡീഷണൽ LTE മോഡൽ തന്നെയാണ്. അപ്പോൾ ഇത് പിന്നെ ആപ്പിൾ വാച്ചിൻ്റെ എല്ലാം ഉണ്ടോ നമ്മുടെ അൾട്രാ 2 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ SE2 ഉണ്ട്. നമ്മുടെ അതും ഞാൻ SE2 ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ നോർമലി ഇപ്പം ഞാൻ ഇത് അൾട്രാ നമുക്ക് നല്ല ഡീലിൽ കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി ആമസോൺ വാങ്ങിച്ചാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും അത് നമ്മുടെ സെൻസേഴ്സും ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. ചെറുതായിട്ട് നമുക്ക് അൾട്രാ 2 കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് SE2 അത്യാവശ്യം ലേറ്റസ്റ്റ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇതിൽ വരാനില്ല. അപ്പോൾ ജസ്റ്റ് പിന്നെ പോരാത്തിന് ഇത് ക്ലാസിക് 4 വാച്ചാണ് നമ്മുടെ സാംസങ്ങിൻ്റെ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാം വാച്ച് 7 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഡീൽ കിട്ടുന്നുണ്ട്. ശരിക്കും ആക്ച്വലി എനിക്ക് നമ്മുടെ സാംസങ് വെബ്സൈറ്റിൽ നമ്മുടെ പിൻകോഡിൽ വാച്ചിൻ്റെ എക്സ്ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് നോക്കാമായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചുള്ളൂ. കാരണം ഓൾമോസ്റ്റ് കിടിലൻ തന്നെയാണ്. അപ്പോൾ അതും 10,000 താഴെ ഇപ്പോൾ നല്ല ഡീലിൽ 8,500 നമുക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് വാച്ച്, അതായത് ശരിക്കും ഒരു സ്മാർട്ട് വാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. അല്ലാണ്ട് ഈ കുതിര ഫയർ ബോൾട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. അതൊന്നും സ്മാർട്ട് വാച്ചൊന്നും അല്ല. പോരാത്തതിന് ചൈനീസ് സാധനങ്ങൾ, ലോക്കൽ ചൈനീസ് സാധനങ്ങൾ റീബ്രാൻഡ് ഇതാക്കുന്നതാണ്. അതിലത്തെ സെൻസേഴ്സ് എന്നൊരു നമ്മൾക്ക് കമ്പനിക്ക് പോലെ അറിയണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അവർക്കൊന്നും അറിയണ്ടാവില്ല. ജസ്റ്റ് ബ്രാൻഡ് നെയിം അടിക്കുന്ന പണി മാത്രമേ അവർക്കുള്ളൂ. അത് ചുമ്മാ പിന്നെ ജസ്റ്റ് ഒരു ബേസിക് ടെസ്റ്റിങ് മാത്രം, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്തിട്ടോ സെൻസർ ഉള്ളത്. നിങ്ങൾക്ക് അറിയാം ഈ സ്മാർട്ട് വാച്ചുകളൊന്നും ഡെയിലി കുറേ ടൈമൊന്നും കെട്ടി ഉപയോഗിക്കുന്നത് നല്ലതൊന്നുമല്ല. എന്താ വെച്ചാൽ നമുക്ക് അതിൽ റേഡിയേഷൻ വരുന്നുണ്ട്, സെൻസേഴ്സ് ഉണ്ട് ഡെയിലി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കൂതറ സാധനങ്ങളൊക്കെ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഇപ്പോൾ ഹൈ ക്വാളിറ്റി സാധനമായ ഗാർമെൻറ്റിയും അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിൻ്റെയും സാംസങ്ങിൻ്റെയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഹാംഫുൾ ആണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പറയണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരു 3,000 രൂപയുടെ റേഞ്ചിലൊക്കെ പിന്നെ സ്മാർട്ട് വാച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ബോട്ട് പോകാം. എന്താ വെച്ചാൽ ബോട്ട് ഇപ്പോൾ ഇതേപോലെ അവരിങ്ങനെ സെല്ല് ചെയ്ത് നല്ല വലുതായി. ഇപ്പോൾ അവർ ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ഇന്ത്യൻ സാധനങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3,000 അപ്പോൾ ഒരു 4,000 റേഞ്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ Amazfit നോക്കിയാൽ മതിയായിരിക്കും. എന്ന് വെച്ചാൽ അതാണ് ശരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനി. Amazfit എന്ന ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്, പക്ഷേ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അതുപോലത്തെ ഇതുപോലത്തെ ഇന്റർനാഷണൽ ചൈനീസ് ബ്രാൻഡുകളും ലോക്കൽ ചൈനീസ് ബ്രാൻഡുകളും വ്യത്യാസമുണ്ട്. ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല ലോക്കലിനെ. ഈ ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ വല്ല കുടിലൊക്കെ എനിക്ക് ഇതുണ്ടാക്കണത്, അങ്ങനത്തെ അതാണ് ഡിഫറൻസ് വരും. നമ്മളെ കുന്നംകുളത്ത് ഉണ്ടാക്കുന്നതൊക്കെ പറയാറില്ല പണ്ട്, അതുപോലെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ത്രെഡ്മില്ലിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് റണ്ണിങ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാച്ചിൽ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിൽ ഡിറ്റക്ട് ചെയ്ത പരിപാടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ആപ്പിൾ വാച്ച് ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ മാറ്റി കിടന്ന കാരണം ഡെയിലി ഡാറ്റ ഇതിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുറയ്ക്കട്ടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റർഡേ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സാറ്റർഡേ ആണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് 18 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 1.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 92 കലോറി ബേൺ ചെയ്തെന്നാണ് ഇവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് സംഭവം കാണിക്കുന്നുണ്ട്. 119 നമ്മൾ ഓടുമ്പോഴുള്ള സംഭവത്തിൽ ഉണ്ടായിരുന്നത്. ആവറേജ് ടൈം, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഫുൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. ഞാൻ ആക്ച്വലി ഷോർട്ട് തൊണ്ടയിൽ എന്താ കുഴപ്പമുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ സാംസങ് ഹെൽത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സാംസങ് ഹെൽത്ത് ഓപ്പൺ ചെയ്യാത്തിട്ട് ഇതിൽ ആക്ച്വലി കാണിക്കുന്നത് വ്യത്യാസം നിങ്ങൾ നോക്കിക്കോളെ. ഇതിൽ കാണിക്കുന്നത് 1.84 ആണ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും 1.84. സ്റ്റെപ്സും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടൈം ഓൾമോസ്റ്റ് രണ്ടിലും സിമിലർ തന്നെയാണ് കാണിക്കുന്നത്. എന്താ ഓപ്പൺ ആവാത്ത ഓപ്പൺ ആവ്. ഇതിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതിലും ടൈം സംഭവം സെയിം തന്നെ കാണിക്കുന്നുണ്ട്, 20 മിനിറ്റ്. ഇതിന് എനിക്ക് കുറച്ചും കൂടി യൂസർ ഇന്റർഫേസ് ഇഷ്ടമായത് സാംസങ്ങിൻ്റെ ആണ് കേട്ടോ. സാംസങ് ഹെൽത്തിൻ്റെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ആപ്പിളിൻ്റെ കുറച്ച് എന്താ പറയുക, ഒരു നമ്മൾ രണ്ട് ബേസിക് പ്രോഗ്രാമിങ്ങും മറ്റും പ്രോഗ്രാമിംഗ് എടുത്ത് വെച്ച പോലെയാണ്. മറ്റ് പെട്ടെന്ന് കുറച്ച് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംഭവം നോക്കണം. അതുപോലെ തന്നെ ഇന്റർഫേസും കുറച്ച് അതുപോലെയാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ചാർട്ട് പോലെ അങ്ങനെ മാറ്റി കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ നമുക്ക് കലോറി ബേൺ ചെയ്ത് ഇതിൽ കാണിക്കുന്നത് 140 കലോറിയാണ്. ഇതിൽ നമുക്ക് കാണിക്കുന്നത് 92 കലോറിയാണ്. കണ്ടു, അതാണ് ഡിഫറൻസ് വരുന്നത്. ഇതിൽ സ്റ്റെപ്സ് കാണിക്കുന്നുണ്ടെന്നില്ല.
ഇതിൽ ഡിസ്റ്റൻസ് ഇതിലെന്താ വെച്ചാൽ കുഴപ്പം എന്താ വെച്ചാൽ ഈ ആപ്പിൾ വാച്ച് ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കയ്യിൽ കെട്ടി നടക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതല്ലാണ്ട് വലിയ സംഭവമൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് ഉള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കലോറി ബേണിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ എന്തായിരുന്നു കിലോമീറ്റർ, ഇതിൽ കിലോമീറ്റർ കാണിക്കണം. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 1.81. ഇതിൽ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ പെർ അവർ നമ്മൾ നടന്നത് അതൊക്കെ കാണിക്കുന്നുണ്ട്. 6.1 ആണ് ആവറേജ് വരുന്നത്. അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാം, വാച്ച് 7 ഇപ്പോൾ ഒരു കുറേ എനർജി സ്കോർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ 2 ലെവലിൽ ഒരു 10,000 താഴേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വാച്ച് 4 ക്ലാസിക് എടുത്താൽ മതി. വാച്ച് 4 ക്ലാസിക് എടുത്താൽ മതി. ഇത് ഇപ്പോഴും നല്ല വെർത്ത് തന്നെയാണ് കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല, നല്ല സ്മൂത്ത് തന്നെയാണ്. ഉണ്ടോ, ഇതിൽ നമുക്ക് ത്രെഡ്മിൽ മോഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. VROS ആണ് വരുന്നത് ഗൂഗിളിൻ്റെ. അത്യാവശ്യം ഒരു 1.5 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് വിടുന്നുണ്ട്. ഇപ്പോൾ വാച്ച് അൾട്രാ 2 പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3-3.5 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി വാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അതാണ് ഡിഫറൻസ് വരുന്നത്. വാച്ച് 7 നമുക്ക് ഓൾമോസ്റ്റ് 2 ദിവസം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ, റിവ്യൂ. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് സ്വാഭാവികമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആപ്പിൾ വാച്ചും സാംസങ് വാച്ചും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കമ്പയർ ചെയ്ത് ഞാൻ ലാസ്റ്റ് നമ്മുടെ ത്രെഡ്മില്ല് നിങ്ങൾക്ക് അറിയിക്കും, ത്രെഡ്മില്ല് നമുക്ക് ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 2 വാച്ചിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും ഡിഫറൻസ് വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ആക്യുറേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ടിടത്തിന് ഇടയിലായിട്ട് വരും ശരിക്കും ഒറിജിനൽ ഇതൊക്കെ നമ്മുടെ ഇതിൽ വരുമ്പോൾ. അപ്പോൾ ഒരു 80 to 90% ഒക്കെ അക്യുറസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സാംസങ്ങിനെയും ആപ്പിളിനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ വേറെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ Amazfitന്റെ TRX 2. അത് അത്യാവശ്യം നല്ല കിടലനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എന്താ പറയുക റഗഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് വാച്ചാണ്. അപ്പോൾ അതിലും അത്യാവശ്യം നല്ല ട്രാക്കിംഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഓൾമോസ്റ്റ് ഇത്രയും ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഇതുപോലെ തന്നെ വേറെ ഒരു ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ Amazfit ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതും കിടിലൻ സാധനം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ 2-3 ദിവസം മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കിടിലൻ സാധനം, ബാറ്ററി ബാക്കപ്പ് 1 മാസത്തിന് മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അതിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് മൈക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കോള് സംഭവങ്ങളൊക്കെ വന്നാൽ. അങ്ങനെ ഒരു കോൺ അതിലുണ്ട്. വേറെല്ലാണ്ട് ഒരു സംഭവമില്ല അതിൽ. കിടിലൻ ബിൽഡ് ക്വാളിറ്റി, റഗ്ഗഡാണ് നമ്മുടെ G-Shock ഒക്കെ പോലെ. നിലത്ത് വീണാലും സംഭവത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അതിൻ്റെ പോലെ ഒന്നുമല്ല, കേസും സംഭവമൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ. നമ്മുടെ 2 ചാനൽ കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റ് പോകുന്നതാണ്.